ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കർത്താവ് നിങ്ങളെ സഹായിക്കും. തക്ക സമയത്ത് അവിടുന്ന് വ്യക്തികളിൽ കൂടി അധികാരികളിൽ കൂടി നേരിട്ട് എല്ലാം നിങ്ങളെ സഹായിച്ചിരിക്കും. നിങ്ങൾക്കറിയാവുന്നതും അറിയാൻ വയ്യാത്തതുമായ ജനങ്ങളിലൂടെ ആയിരിക്കാം ദൈവം നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. അതിനാൽ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വാഗ്ദാനങ്ങൾ നിറവേറ്റും എന്ന് വിശ്വസിച്ച് കാത്തിരുന്ന അബ്രാമിനോട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും എന്നരുളി ചെയ്ത ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചാണ് ഈ രാത്രിയിൽ നാം കാണുന്നത്. ഈ അനുഗ്രഹീതമായ രാത്രി ദൈവത്തിൻ്റെ ദർശനത്തിനായി നമുക്കും കാത്തിരിക്കാം. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ അനുസരിക്കുക എന്ന അബ്രഹാമിൻ്റെ തീരുമാനം, ദൈവത്തിനു വേണ്ടി ക്ഷമാപൂർവം കാത്തിരിക്കുന്ന തൻ്റെ തീരുമാനം ശരിയായിരുന്നോ തെറ്റായ തീരുമാനമായിരുന്നോ? ദൈവത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് ഈ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ ഒന്നും കാണാതെ വന്നപ്പോൾ അബ്രാം അസ്വസ്ഥനായി. തൻ്റെ തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് തനിക്കറിഞ്ഞുകൂടാത്ത അവസ്ഥയായി. ആശങ്കയും ഭയവും തന്നെ പിടികൂടി. രാത്രി ഉറക്കം വരാതെ കിടക്കുന്ന അബ്രാമിൻ്റെ മനസ്സ് നുറുങ്ങുന്നത് ദൈവം അറിഞ്ഞു. ആ രാത്രിയിൽ കർത്താവ് അബ്രാത്തെ സന്ദർശിച്ചു. ഒരു ദർശനത്തിൽ കൂടി ദൈവമായ കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ദൈവത്തെ അനുസരിക്കുന്നവർ ഒന്നും ഭയപ്പെടേണ്ടതില്ല, ആശങ്കാകുലരാകേണ്ട. നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതാണ്, അത് ഇനി വൈകിക്കില്ല എന്ന് ഈ രാത്രി കർത്താവ് നമ്മോടും സംസാരിക്കുന്നു. ഇന്ന് ഈ രാത്രി നിന്റെ ആത്മാവിനോട് നീ തന്നെ ചോദിക്കുക, സംസാരിക്കുക, ഞാൻ ആരെയാണ് അനുസരിക്കുന്നത്? അത് ദൈവത്തെയാണ് എന്ന് നിന്റെ ആത്മാവ് തിരികെ നിന്നോട് പറഞ്ഞാൽ പിന്നെ ഭയപ്പെടാൻ ഒന്നുമില്ല. അതല്ല, അനുസരിക്കുന്നത് മറ്റാരെയെങ്കിലുമാണ് എങ്കിൽ തിരികെ വരിക. കർത്താവ് നിന്നോട് കരുണ കാണിക്കും. അവിടുന്ന് നിനക്ക് മാപ്പ് തരും. നിന്റെ സകല പാപങ്ങളും കർത്താവ് ക്ഷമിക്കും. നിന്നെ ഒരു വലിയ ജനതയാക്കി കർത്താവ് ഉയർത്തും. ഈ രാത്രിയിൽ, ഈ മനോഹരമായ രാത്രിയിൽ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവിൻ്റെ അനന്തമായ കാരുണ്യവും സംരക്ഷണവും അനുഗ്രഹവും നൽകുന്ന കരങ്ങളെ പിടിച്ച് നമുക്കും ഉറങ്ങാൻ കിടക്കാം. ഉറക്കമില്ലാത്ത രാത്രികളിൽ കർത്താവിൻ്റെ ദർശനത്തിനു വേണ്ടി നമുക്കും കാത്തിരിക്കാം. ഈ രാത്രിയിൽ നമ്മെ അറിയുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്ന ദൈവം, നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ ഓരോന്നും അറിയാവുന്ന ദൈവം, നമ്മുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥത രോഗങ്ങൾ അറിയാവുന്ന ദൈവം ഈ രാത്രിയിൽ നമ്മോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല, മറിച്ച് നിന്റെ ക്ഷേമത്തിനാണ്. നിന്നെ ഒരു വലിയവനാക്കാൻ, ഒരു വലിയവളാക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി, നിന്നെ ഉയർത്താനുള്ള ദൈവത്തിൻ്റെ പദ്ധതി, നിന്നെ സംരക്ഷിക്കാനും നീ ഒരു അനുഗ്രഹമായി തീരുന്നതിനു വേണ്ടി ദൈവം നിന്റെ പിന്നാലെ നടന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് ഇത്. അതിനാൽ ഈ രാത്രിയിൽ മനസ്സിൻ്റെ എല്ലാ വേദനകളെയും കർത്താവിനെ ഏൽപ്പിക്കുക. ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ, വേദനകളെ, രോഗങ്ങളെ, ശരീരത്തെ അലട്ടുന്ന എല്ലാ വേദനകളെയും അസ്വസ്ഥതകളെയും കർത്താവിന് സമർപ്പിക്കുക. ശരീരത്തിലുള്ള ജോയിൻസിലുള്ള എല്ലാ വേദനകൾ, കാൽമുട്ടുകൾക്കുള്ള വേദന, കൈകാലുകൾക്കുള്ള വേദന, നടുവിൻ്റെ വേദന, വയറുവേദന, ശരീരമാസകലമുള്ള വേദന, മൈഗ്രെയിൻ തലവേദന, ഹൃദയത്തിൻ്റെ വേദന, മനസ്സിൻ്റെ നൊമ്പരങ്ങൾ, ഭയമെല്ലാം ഈ രാത്രിയിൽ കർത്താവിനെ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച്
പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവ് ഇന്ന് രാത്രിയിൽ തന്നെ നിന്റെ സകല നന്മകൾക്കും അവിടുന്ന് പ്രതിഫലം നൽകിയിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, കരുണയുണ്ടാകണം. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നിന്റെ അനുഗ്രഹം അയച്ച്, നിന്റെ സൗഖ്യം അയച്ച്, നിന്റെ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറച്ച് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഇവരിൽ നിന്ന് വന്നുപോയ പാകപ്പിഴകൾ, വന്നുപോയ അവിശ്വസ്തത, തെറ്റുകൾ, കുറവുകൾ, പാപങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ അങ്ങയോട് ഈ മക്കൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. എനിക്ക് മാപ്പ് നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ മക്കളെക്കുറിച്ചുള്ള വേദനയിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളത്തേക്ക് വലിയൊരു കടബാധ്യത മാറ്റാൻ നിവൃത്തിയില്ലാതെ കടക്കാർ ഭീഷണിപ്പെടുത്തുമ്പോൾ നിസ്സഹായരായി തലകുനിച്ചു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, ഈ അവസ്ഥയിലുള്ള ആശങ്കകൾ, വേദന, നിസ്സഹായത, തിരസ്കരണം എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിട്ടുമാറാത്ത ശാരീരിക ക്ലേശങ്ങളെ, രോഗങ്ങളെ, വേദനകളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ബലക്ഷയം, ശരീരത്തിനും കൈകാലുകൾക്ക് എല്ലാം ബലക്ഷയമുള്ളത് കർത്താവിന് സമർപ്പിക്കാം. നടക്കുമ്പോഴുള്ള വേദന, ഇരിക്കാൻ വയ്യ, നടക്കാൻ മേല, എഴുന്നേൽക്കാൻ വയ്യാത്ത അത്രമാത്രം ശാരീരിക വേദന അനുഭവിക്കുന്നവരെ കർത്താവേ നീ ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഞാൻ സമർപ്പിക്കുന്നു. ഈ മക്കളുടെ മേൽ കരുണയുണ്ടാകണമേ. ഡിപ്രഷൻ അടിമയായ ഷിജി എന്ന ഒരു മകൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവേ ഈ മകളുടെ ഹൃദയത്തെ നിന്ന് ഭയം നീക്കം ചെയ്ത് നിസ്സഹായതയും ദുഃഖവും സങ്കടങ്ങളും എല്ലാം എടുത്തു മാറ്റി ഏത് അവസ്ഥയിലും ദൈവം തുണയാണ്. ദൈവം നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവം നിന്നെ കരുതുന്നു. ദൈവം നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു. ദൈവം നിന്നോട് സംസാരിക്കുന്നു. ദൈവം നിന്നെ കേൾക്കുന്നു. ഈ ഒരവസ്ഥയിൽ ഷിജിക്ക് വേണ്ടി, ഷിജിയെപ്പോലുള്ള അനേകായിരം മക്കൾ, ഡിപ്രഷന് അടിമകളായിട്ടുള്ളവർക്ക് എല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഡിപ്രഷനിൽ നിന്ന് ഈ മക്കളെ നീ രക്ഷിക്കണമേ. നിന്റെ അനന്തമായ സ്നേഹത്താൽ ഇവരെ നീ നിറയ്ക്കണമേ. ദൈവമേ, ഇവർ ആഗ്രഹിക്കുന്ന, ഇവർ എന്തിനു വേണ്ടി ദാഹിക്കുന്നുവോ അത് ഈ രാത്രിയിൽ ഈ മക്കൾക്ക് നൽകി, നിന്റെ പരിശുദ്ധാത്മാവിനെ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. ദൈവത്തിൻ്റെ ശക്തിയാൽ ഇവരെ നിറച്ച്, ദൈവത്തിൻ്റെ ആനന്ദം കൊണ്ട് ഇവരുടെ ഹൃദയത്തിൽ നിറച്ച് എല്ലാ ദുഃഖവും ഈ മക്കളിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, കുടുംബത്തിലുള്ള എല്ലാ അവസ്ഥയെയും സമർപ്പിക്കുന്നു. പരസ്പരം പഴിചാരുന്ന, പരസ്പരം സംശയിക്കുന്ന, പരസ്പരം ഉത്തരവാദിത്തങ്ങൾ കൈമാറ്റം ചെയ്യുന്ന, ഉത്തരവാദിത്തങ്ങൾ എടുക്കാതെ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന എല്ലാ അവസ്ഥയെയും കർത്താവേ ഞാനിപ്പോൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന, ഞങ്ങളെ ദുഃഖിപ്പിക്കുന്ന, ഞങ്ങളെ സംശയിപ്പിക്കുന്ന എല്ലാ അവസ്ഥയിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ പരിപൂർണമായി രക്ഷിച്ച് സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പരിചയം, ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ സങ്കേതവുമാണ്. ഞങ്ങൾ ആരെ ഭയപ്പെടണം? കർത്താവേ, നീ ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സമാധാനപരമായ ഒരു ഉറക്കം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളത്തെ പകൽക്കാലം കാണാൻ ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ വീണ്ടും വിളിച്ചുണർത്തട്ടെ. ഈ രാത്രിയിൽ നിങ്ങൾ കർത്താവിനോട് ആവശ്യപ്പെട്ട എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കും. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം കർത്താവ് നൽകട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട, കർത്താവ് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിയിരിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ വസ്തുവകകൾക്കും മേലെ കർത്താവ് പ്രത്യേകമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.